കൊടുക്കാം. അപ്പം നേരത്തെ പറഞ്ഞ സ്ഥാനാർത്ഥികളും ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളും അവർക്കൊന്നും പറയാനുണ്ടാവില്ല. അവർക്കും പറയാനുണ്ട്. അവർ നമുക്കൊപ്പം ഉണ്ട്. ആദ്യം തന്നെ നമ്മുടെ മോഹൻ ചേട്ടൻ തന്ന സമ്മാനം എല്ലാവർക്കുമായിട്ട് തരുന്നു. നല്ല മധുരം. ഇത് എന്തിന്റെ മധുരമാണെന്ന് അറിയോ? 43 വർഷം ഒരെണ്ണം നമുക്ക് അവിടെ സുജയ്ക്ക് സ്മൃതിക്കും ഒക്കെ കൊടുക്കണം അവിടെ. അപ്പോ 43 ഷുഗറൊന്നും ഇല്ലല്ലോ ജീവിതത്തിന്റെ മധുരമായത്. എല്ലാ ആശംസകളും. അപ്പോ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ കുറെ പേരെ കണ്ടു. ചിലർക്ക് ടെൻഷനൊക്കെ ഉണ്ട്. ഇത്തവണ മത്സരം കടുക്കുമെന്നുള്ളതാണ്. ശരിക്കും ഒരു കടുത്ത മത്സരം പ്രതീക്ഷിക്കുന്നുണ്ടോ സുനിൽകുമാർ? തീർച്ചയായിട്ടും മത്സരം എന്തായാലും നല്ല മത്സരം നടക്കില്ലേ. രാഷ്ട്രീയല്ലേ, വികസനമല്ലേ. അപ്പൊ ആളുകൾക്ക് പ്രത്യേകിച്ച് ലോക്കൽ ബോഡി ഇലക്ഷൻ എന്ന് പറഞ്ഞാല് താഴെത്തട്ടിലുള്ള ആളുകളെല്ലാം വളരെ സീരിയസ് ആയിട്ടും ആവേശഭരിതമായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ഇലക്ഷനാണ് ലോക്കൽ ബോഡി ഇലക്ഷൻ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള മുറുക്കങ്ങളും ഒക്കെ ഉണ്ടാവും. ഞാൻ അല്ലക്കരയുടെ ഒരു അപരനെ ഞങ്ങൾ കണ്ടെത്തിയിരുന്നു. അങ്ങയുടെ ഒരു അപരനെ ഞങ്ങൾ കണ്ടെത്തി. എവിടെ നമ്മുടെ അപരൻ സ്ഥാനാർത്ഥിയായിട്ട് ഏകദേശം നിങ്ങൾ രണ്ടുപേരും കഴിഞ്ഞാൽ ഒരേ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ പറയുന്നത്രേ. ചില ആൾക്കാർ ചോദിക്കുന്നു ഈ മുഖങ്ങൾ നോക്കി ഒരൊറ്റ ഫ്രെയിം, സിംഗിൾ ഫ്രെയിം. അവ ഇപ്പുറത്ത് പ്രതാപനം നടത്തിയാലോ? ഇതിനകത്ത് താടിയില്ലാത്തത് ഗോപാലകൃഷ്ണൻ ചേട്ടൻ മാത്രമേ ഉള്ളൂ. അതിന്റെ വ്യത്യാസം അറിയാലോ എന്താണ്. ഞങ്ങളും മതേരത്താണ്. താടിയിലാണോ മതേരത്ത്? എന്തൊരു കഷ്ടം. താടികളപ്പനെ പേടിയുള്ളൂ. അല്ല സുലേട്ടാ, പണ്ട് താടി കൊടുത്താറില്ല. ഈ ഏറ്റവും കൂടുതൽ താടി വെച്ചിരുന്ന ഒരാളാണ് ഞാൻ ഈ ഇവരുടെ ഈ ദുഷിച്ച മതേതരത്വം കണ്ടപ്പോൾ അത് പഠിച്ചതാ. തൃശ്ശൂർ മത്സരിക്കുമ്പോ താടി വെച്ചിട്ടില്ല. 2002 മത്സരിക്കുമ്പോ താടി വെച്ചിട്ടില്ല. എനിക്ക് താടി ഉണ്ടായിരുന്നു. അല്ല, ഞാൻ ചുള്ളനാണ്. ഇത് കുശുമ്പാണ്. ഇവരിങ്ങനെ പലതും പറയും. കുഴി ചാടിക്കാൻ വീഴരുത്. അങ്ങനെ ഇവര് ചാടിച്ചാ നമ്മള് വീഴില്ലല്ലോ. ആള് കുഴിയിലാണ് കിടക്കുന്നത്. പണ്ടേ വീഴണ്ടല്ലേ. ഞങ്ങൾക്ക് ഒന്നിച്ച് ഞങ്ങള് കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഇപ്പൊ എന്നെ കുറെ ചാടിച്ച നടന്നില്ല. അപ്പൊ തെരഞ്ഞെടുപ്പിന്റെ ചൂട് നല്ല ചൂടാണല്ലോ. കഴിഞ്ഞ നമ്മുടെ 24 വർഗീസേട്ടൻ ചാടിയത് കൊണ്ട് മാത്രം ഭരണം നഷ്ടപ്പെട്ടു കോർപ്പറേഷൻ മൊത്തം. ഇപ്പൊ അനിലക്കര തന്നെ തിരുവനന്തപുരത്തിന്റെ ശബരിനാഥൻ എങ്ങനെയാണോ തിരുവനന്തപുരത്ത്, അവിടെ അനിലക്കരയാണ് തൃശ്ശൂരിലെ ഒരു പ്രമുഖ താരം മത്സരിക്കാൻ. കോർപ്പറേഷൻ പിടിക്കുമല്ലോ അല്ലേ? പിന്നെ അല്ല, മനസ്സിലായി. അല്ല, തൃശ്ശൂർ ജില്ലയിലുണ്ട്. അന്നേ ഞാൻ പറഞ്ഞോളൂ. അടാട്ടാണ്. അങ്ങനല്ല, ഗ്രാമീണ തലത്തിൽ എന്ന് പറയാണ്. അടാട്ട് പിടിച്ചടക്കിയാൽ നിയമസഭയിലേക്ക് എത്തും. തന്നെ പോക്കാം. അവനെ പിടിച്ചിരുത്തി എങ്ങനെയും രക്ഷപ്പെടുത്താൻ നോക്കുമ്പോൾ വെറുതെ കോർപ്പറേഷൻ അടാട്ട് പിന്നെ അനിലക്കര വരും എന്ന് പറഞ്ഞാൽ അടാട്ട് അനങ്ങില്ലല്ലോ. അങ്ങനെയാണല്ലോ പൊതുവെ പറയുന്നത്. നമുക്ക് ആ അനിലക്കരോട് ഇഷ്ടമുള്ള ഞാൻ അങ്ങനെ വിരോധമൊന്നുമില്ല. പക്ഷെ ഇവനെ ഇങ്ങനെ പീസാക്കാണ്. ഇത് അരുൺ, എനിക്ക് ഈ മിഠായി ഒന്നുമില്ല. ഇത് എത്രാമത്തെ വാർഷികത്തിന്റെ മിഠായി? ഞങ്ങൾക്ക് 2014 എത്ര വോട്ടിനാ ചോദിച്ചത്? 43 വോട്ടിനാ ചോദിച്ചത്. എന്റെ വയസ്സ് എത്രയായിരുന്നു അന്ന്? 43. എന്റെ വണ്ടിയുടെ നമ്പർ എത്രയാണ്? 43. ആരാ ഭാഗ്യവാൻ? ഇവർ രണ്ടാളാണോ? ആ ചേട്ടൻ അരുണിന്റെ കൂടെ. ഇതൊക്കെ വാസ്തവത്തിൽ ഇന്നലത്തെ ഒരു സ്ക്രൂട്ടണിക്ക് വിധേയാക്കണം. ഭാര്യയും വയസ്സും എന്റെ ഭാര്യ എന്റെ വീടിന്റെ തൊട്ടപ്പുറത്താണ്. എന്റെ ഭാര്യ, എന്റെ വയസ്സ് എന്റെ അമ്മ എനിക്ക് സമ്മാനിച്ചാണ്. അതൊന്നും ഞാൻ സ്കൂട്ടിനിക്ക് വിധേയക്കാൻ ആരും സമ്മതിക്കില്ല. എന്റെ ഭാര്യയും എന്റെ അമ്മയും സ്കൂട്ടിനിക്ക് വിധേയക്കേണ്ട കാര്യമില്ല. ഞാൻ നോക്കിയോളാം. ഇത് 12 രേഖകളിലൊന്നും കൊടുത്താലേ നമ്മൾ അംഗീകരിക്കുള്ളൂ. നമ്മൾ അംഗീകരിക്കണം പറഞ്ഞ് മനസ്സിലായില്ലേ? കമ്മീഷൻ അല്ല, ഒരു മിനിറ്റ്. അപ്പോഴേക്ക് ഇവർ ഒന്നായി. പറഞ്ഞല്ലോ കാശ്മീരിൽ നിന്ന് വരെ ഞാൻ വോട്ട് കൊണ്ടിരുന്നത്. ഗോപാലകൃഷ്ണനൊക്കെ പറയും. മറ്റേ മുതലാളി, ഇവരെ മുതലാളി പറഞ്ഞ ഗോപാലകൃഷ്ണൻ ബെസ്റ്റാന്ന് പറഞ്ഞു. ഗോപാലകൃഷ്ണൻ പറഞ്ഞത് വ്യാജ വീഡിയോ ആണ് എന്നാണ് കിരൺ റിജിജു പറഞ്ഞത്. ഒരു കാര്യം കൃത്യമായി പഠിക്കില്ല. മനസ്സിലാക്കാതെ അത് ഫേക്കാന്നാണ് പറ്റിയത്. വീഡിയോ ഫേക്ക് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. ആ വീഡിയോ ഫേക്ക്. അല്ല, ഒരു മിനിറ്റ്. കാര്യം പറഞ്ഞുതരാം. ഇവർ രണ്ടുപേരും കൂടി അതല്ലാന്ന് പറഞ്ഞ ആ ഫേക്ക് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഞാൻ പറഞ്ഞത് മുഴുവൻ കാണിക്കാത്തതാണ് ഫേക്ക്. അടിച്ചത് അതാണ്. അതിനെയാണ്. അരുണ ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞത്
ഒരു വർഷം ഇവിടെ വന്ന് താമസിച്ചു. അത് എനിക്ക് പറഞ്ഞോ? ഒരു മിനിറ്റ്, അത് കട്ട് ചെയ്തില്ലേ? അതിന്റെ പേരാണ് ഫേക്ക്. അതാണ് fake. ഒന്ന് പോച്ച അറിയാതെ പറഞ്ഞത്. ഞാൻ പറഞ്ഞു അല്ല, ഒരു അതൊക്കെ അല്ല, അത് ഫേക്ക് ആണെന്ന് ഞാൻ അരുൺ പറഞ്ഞ ഒരു കാര്യം പകുതി മുറിച്ച് കാണിച്ചാൽ അതിന്റെ പേരാണ് ഫേക്ക്. അത് നിങ്ങളുടെ ഭാഷ, ഞങ്ങളുടെ ഭാഷ. ഞാൻ ഗോപാലകൃഷ്ണൻ ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, ആ സ്റ്റേറ്റ്മെന്റ് ശരിക്കും ഖേദിക്കുന്നുണ്ടോ? ഇപ്പോ ഒരു അനവസരത്തിലായി പോയെന്ന് തോന്നുന്നുണ്ടോ? അത് ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഒന്നുമില്ല, ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഉത്തരവാദാണ് ഒന്നുമില്ല. ഒരു വർഷം വടക്കനാഥന്റെ മുന്നിലാണ് നമ്മൾ രാഷ്ട്രീയമൊക്കെ പറയും. പക്ഷെ എന്നാൽ പോലും അത് അങ്ങനെ ഒരു ആവേശത്തിൽ അന്ന സമയത്ത് പറഞ്ഞു പോയത്, അതല്ലാതെ മനഃപൂർവ്വം വോട്ടർമാരെ കൊണ്ട് ചേർക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞതല്ലല്ലോ. എന്റെ സുഹൃത്തെ, ഞാൻ പോസിറ്റീവാണ് ചോദിച്ചത്. ഞാൻ പോസിറ്റീവ് ഉത്തരം പറഞ്ഞ ഒരാൾ എന്നോട് ചോദിക്കുന്നു, ഒരു ചാനല് എന്നോട് ചോദിക്കുന്നു, ഒരാള് മലപ്പുറത്ത് നിന്ന് വന്ന് തൃശ്ശൂർ വോട്ട് ചെയ്തു, സുരേഷ് ഗോപിയുടെ ഫാമിലി തിരുവനന്തപുരത്ത് നിന്ന് വന്ന് തൃശ്ശൂർ വോട്ട് ചെയ്തു, ഇത് ശരിയാണോ എന്നാണ് ചോദ്യം. അപ്പം ഞാൻ പറഞ്ഞു, ഒരാൾക്ക് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ കാശ്മീരിൽ നിന്ന് ആഗ്രഹമുണ്ട്, അയാൾക്ക് വേണമെങ്കിൽ ഇവിടെ വരാം, ഇവിടെ വന്ന് ഒരു വർഷം താമസിക്കാം, പെർമനന്റ് അഡ്രസ് ആക്കി ഒരു വർഷം താമസിച്ചാൽ അവർക്ക് വോട്ട് ചെയ്യാം. അപ്പോൾ കാശ്മീരിൽ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവരും. ഇവിടെ വന്നത് ഞാൻ പറഞ്ഞു അല്ല, ഞാൻ ചോദിച്ചേ, എന്നോടാണല്ലോ ചോദിച്ചേ, എന്നോടാണ് ചോദിച്ചത്. ഒരു മിനിറ്റ്, അവിടെ നിൽക്ക്, എന്നോടാണ് ചോദിച്ചത്. ഗോപാലകൃഷ്ണ ശരിയാണോ? ഞാൻ പറഞ്ഞു, എന്നോടൊരാൾ പറയാണ്, കാശ്മീരിലെ ആള് എന്നോട് എനിക്ക് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഗോപാലകൃഷ്ണൻ വോട്ട് ചെയ്യണം. ഞാൻ അവരോട് പറയാൻ വന്നോളൂ, ഒരു വർഷം ഇവിടെ താമസിച്ചോളൂ, ഇവിടെ എന്റെ വീട്ടിൽ താമസിച്ചോ, ഇല്ല ഇവിടെ താമസിച്ചോ, എന്നിട്ട് ഇവിടെ ഒരു വർഷം താമസിച്ച് പെർമനന്റ് ഡ്രസ്സായിട്ട് ഇവിടെ താമസിച്ച് നിങ്ങൾക്ക് അതാണ് ഇലക്ഷൻ കമ്മീഷൻ നിയമം. അത് കഴിഞ്ഞിട്ട് അവര് ഇവിടെ താമസിക്കാം, അവർക്ക് വേണം താമസിക്കാം. എന്ത് അതാണ് 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 ഇലക്ഷൻ അതാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന കാര്യം. ഗോപാലകൃഷ്ണൻ പറഞ്ഞതുപോലെ വോട്ട് ചെയ്യാൻ വേണ്ടി പറന്നു വന്ന് ജില്ലയിലിരുന്ന് വോട്ട് ചെയ്യുന്നത് അത് ഫേക്ക് ആയിട്ടുള്ള പരിപാടിയാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. ഒരു വർഷം, അതെ, ഇനിയും ഞാൻ ഒരു വർഷം കുറയ്ക്കാം, 6 മാസം. 1950 റെപ്രസെന്റേഷൻ ആക്ട് പ്രകാരം 6 മാസം ഒരാൾ ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിച്ചാൽ അയാൾക്ക് ഹി ഹാസ് എ റൈറ്റ് ടു വോട്ട്. അത് നിങ്ങൾക്കറിയില്ലേ? 6 മാസം സ്ഥിരമായി. അതായത് നമ്മൾ കൊണ്ടുവരും എന്ന് പറഞ്ഞതാണ്, ഇവിടെ കൊണ്ടുവന്ന് വോട്ട് ചേർക്കും. അതായത് ഞാൻ പറഞ്ഞത് ആ ഭാഗം നിങ്ങളിപ്പം ബാക്കിയെല്ലാം മാറ്റി കൊണ്ടുവരുമെന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞാണ് കുഴപ്പം. അതേ ഉള്ളൂ കുഴപ്പം. ബാക്കി ഇന്ത്യ രാജ്യത്ത് എവിടെ ഒരു പക്ഷേ ഒരാൾ 6 മാസം താമസിച്ചാൽ വോട്ട് ചേർക്കാം. അപ്പൊ അവിടെ വരെ എത്തി അല്ലേ? ഇനി ആ ഒരു ഗോപാലകൃഷ്ണൻ കൊണ്ടിരുന്നത് എന്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത് എന്നോട് പറയണ ഒന്ന് എന്നെ കൊണ്ടുപോടാന്ന് ഞാൻ കൊണ്ടിരില്ലേ? കാശ്മീരിലുള്ള സുഹൃത്ത് ആവേശത്തിൽ പറഞ്ഞത് എനിക്കറിയാം. ഒരു ആവശ്യമില്ല, സത്യം പറ. അതെ, കാശ്മീരല്ല, നമുക്ക് ഒരാൾക്ക് ഇവിടെ വന്ന്, ഞാനിപ്പോ ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞത്, നാളെ ഈ സുനില് ഇവിടെ ഇലക്ഷൻ നോക്കാം, സുനിലിന് ബംഗാളിൽ നിന്ന് ഇപ്പൊ ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്, ബംഗാളിൽ നിന്ന് ഇഷ്ടംമാരെ ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്. ആ ബംഗാളിൽ നിന്നുള്ള ആളുകളെ കൊണ്ടുവന്നാലും ഒരു വർഷം ഇവിടെ സ്ഥിരം താമസിച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ അവകാശമില്ല. തോന്നിയിട്ടില്ല ബംഗാളിൽ നിന്ന് ആൾക്കാരെ ഇഷ്ടമാരി ഇറക്കണം. ഞാനും ബംഗാളിൽ അല്ലല്ല, എന്റെ ഒരു ചോദ്യത്തിലാണ് ഗോപാലകൃഷ്ണൻ അത് പറഞ്ഞു. പിന്നെ സമ്മതിക്കാൻ ചെറിയ മടിയുണ്ട്, പോട്ടെ. അത് ഞാനുള്ളത് പറഞ്ഞത് ഞാൻ പറയട്ടെ. അല്ല, ഇപ്പൊ എന്നെ ആടാട്ട് പഞ്ചായത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ വിചാരിക്കും. അവര് വോട്ട് ചെയ്ത് ഇടയിൽ കയറി പറയുന്നത് നമ്മളെ സുഹൃത്തുക്കൾ ഈ വോട്ട് ചെയ്യുന്ന എത്ര വർഷത്തേക്കാണ്? എന്നെ ജനപ്രതിനിധിയായിട്ട് അവർ എത്ര വർഷത്തേക്കാണ് ഉദ്ദേശിക്കുന്നത്? 5 വർഷത്തേക്കാണല്ലോ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 5 വർഷം ഞാൻ അവരെ പിന്നെ ജനപ്രതിയും അവരെ എൻ്റെ പിന്നെ വോട്ടറുമാണ്. അവരെ ഞാൻ 5 വർഷം നേഴ്സ് ചെയ്യേണ്ട ഉത്തരവാദിത്വം എനിക്കാണ്. ഇവിടെ സംഭവിക്കുന്നത് എന്താ? ഇവർ വോട്ട് ചെയ്ത് പിറ്റേ ദിവസം അവർ വേറെ ജനപ്രതിയെ തേടി പോവാൻ, എന്നുവെച്ചാൽ അവർ റെന്റാണ്. അവർ രണ്ടാണ്. അല്ലല്ല, നിക്ക്. അപ്പൊ ഈ ജനപ്രതിനിധിക്ക് അവരോട് ഉത്തരവാദിത്തമില്ല, ആ പിന്നെ വോട്ടർക്ക് ഈ ജനപ്രതിനിധിയോട് ഉത്തരവാദിത്തമില്ല. 5 വർഷമായ ഈ വോട്ട് ചെയ്ത്, അല്ല ഒരു മിനിറ്റ്, ഒരു വർഷത്തേക്കല്ല അവർ താമസിക്കേണ്ടത്, അവർ 5 വർഷം ഇവിടെ താമസിക്കണം. 5 വർഷം കാലയളവ് ഇടയിൽ പറയരുത്. ഈ 5 വർഷം അല്ലല്ല, നിങ്ങൾ എത്ര നേരം പറഞ്ഞു? കേരള ഓർമ്മയിലായിരുന്നു 3 പേരും. വ്യാസയാണ് ഇത് 2 കേരള ഓർമ്മയായിരുന്നു. പണ്ട് ഇങ്ങനെ തന്നെയായിരുന്നു. ഒരു മാറ്റമില്ല. ആണ് ഇതുപോലെ കണ്ട ഉള്ളിലുള്ളത് തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് സത്യസന്ധന അല്ല
കുഴപ്പമുണ്ടായ BJP കുഴപ്പത്തിലാക്കി. ഒരു കുഴപ്പമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജാതി കള്ളത്തരങ്ങൾ മുഴുവനും ഗോപാലകൃഷ്ണൻ വിളിച്ചു പറഞ്ഞു. അല്ലല്ല, ഒരു മിനിറ്റ്. ഞാൻ ഈ പറഞ്ഞതെല്ലാം ഇവർക്ക് കള്ളത്തരം എന്ന് തോന്നുന്നത് ഇവർ തോറ്റുപോയത് കൊണ്ടാണ്. ഇത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അന്നും പറഞ്ഞത്, ഞാൻ ഇപ്പോഴും പറയുന്നത്. നിയമമാണ്. ഇയാൾ പറഞ്ഞ എന്താ, ഒരു വർഷം നിന്നാ പോരാ. ഒരു ഭാഗം ഗോപാലകൃഷ്ണൻ വേണമെങ്കിൽ തിരുത്തുന്നത് നന്നായിരിക്കും പൊതുജനാഭിപ്രായത്തിൽ പറയാം. അതെ, നമ്മൾ കൊണ്ടുവരും എന്നുള്ളത് മാറ്റിയിട്ട് താല്പര്യമുള്ളവർക്ക് കൊണ്ടുവരാം. കാരണം ഞാൻ ഗോപാലകൃഷ്ണനെ സേവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അല്ല, ഒരു മിനിറ്റ്. നിങ്ങൾ ഞാൻ ഒരു മിനിറ്റ്. കണ്ടന്റ്, ആ കണ്ടന്റിന്റെ ഫാക്ട് എന്ന് പറയുന്നത് ഒരാൾക്ക് ഒരു വർഷം വേണ്ട, 6 മാസം. എവിടെ ഇതൊന്നും കഴിഞ്ഞോട്ടെ, 6 മാസം എവിടെ സ്ഥിരമായി താമസിച്ചാൽ വോട്ട് ചെയ്യാം. അത് ഇപ്പൊ അനിൽ അക്കരെ പറഞ്ഞത് നേരെ വിരുദ്ധാണ്. അത്ര ഉദ്ദേശിച്ചുള്ളൂ. അത്ര ഉദ്ദേശം വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഇല്ല.